ഹലോ ഹലോ ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സാറ്റർഡേ അടിച്ചു പൊളിച്ച് തകർത്തോ? അപ്പം എനിക്കിന്ന് വളരെ നല്ല ദിവസമായിരുന്നു. ഐ ഹാഡ് എ റിയലി ഗുഡ് പ്രൊഡക്റ്റീവ് ഡേ. എൻ്റെ ബിസിനസ് ആണെങ്കിലും ഐ ഹാഡ് എ റിയലി ഗുഡ് ഡേ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കുറച്ച് വർക്കൊക്കെ ചെയ്തു. വീട്ടിലാണെങ്കിലും മോൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി കുറച്ച് കഴിയുമ്പം എൻ്റെ ടീം സൂം മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഓക്കെ, ഇവിടെ പിള്ളേരുണ്ട്, അതുകൊണ്ട് കുറച്ച് നോയ്സൊക്കെ കാണും കേട്ടോ. സോ ഇന്ന് ഐ ആം വെരി എക്സൈറ്റഡ്, കാരണം എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. സംതിങ് ദാറ്റ്സ് ബീൻ നിങ്ങളോട് പറയാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു കഥ. ഓക്കെ, നോട്ട് എ കഥ, ഇറ്റ്സ് എ റിയൽ ലൈഫ് സ്റ്റോറി. റീസെൻ്റ്ലി നടന്നൊരു കാര്യമാണ്. അതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയൊരു നല്ല പാഠമുണ്ട്. നിങ്ങൾ കേട്ടായിരുന്നോ ഓസ്ട്രേലിയയിലുള്ള ഒരു 13 വയസ്സുകാരൻ ഓസ്റ്റിൻ ആപ്പിൾബീനെ പറ്റി? കേട്ടായിരുന്നോ അവൻ എന്താ ചെയ്തതെന്ന്? ഓക്കെ, കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. വാട്ട് ഹാപ്പൻഡ് ഇസ്, അവൻ്റെ അമ്മയും 2 സിബ്ലിങ്സ് ഉണ്ട്. സിബ്ലിങ്സും ഇവനും കൂടെ, അങ്ങനെ 3 പിള്ളേരും അമ്മയും കൂടെ കടലിൽ ക്യാനോ ചെയ്യാനായിട്ട് പോയി. ഓക്കെ, 2 പാഡൽ ബോട്ടും ഒരു ക്യാനോയും എടുത്തിട്ട് പോയി. സ്റ്റിൽ വാട്ടേഴ്സാണ്, അന്നേരം അതിൻ്റെ അടുത്ത് പോയിട്ട് വരാമല്ലോ. അപ്പോൾ അതിന് പോയി. പക്ഷേ കടലത്ര ശാന്തമല്ലായിരുന്നു. അമ്മ 1 മണിക്കൂറിൽ പോയി വരാമെന്ന് വിചാരിച്ച് പോയതാ. ബട്ട് നടന്നില്ല. ക്യാനോ മറിഞ്ഞു, അതിൽ വെള്ളം കയറി. അപ്പോൾ ആ കൂടി 2 ചെറിയ പാഡൽ ബോട്ടിലാണ് ഇരിക്കുന്നത്. അതിൽ കര വരെ എത്താൻ പറ്റില്ല, കാരണം ഇവർ കുറേ കടലായി അവരെ നടുകടലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ആ അമ്മ നിസ്സഹായ അവസ്ഥയിൽ കുഞ്ഞു 2 പിള്ളേരോടും ഉണ്ടല്ലോ, ഈ 13 വയസ്സുള്ള മൂത്ത മോനോട് പറഞ്ഞു, നീന്തി കരയിൽ പോയി ആരെയും വിളിച്ചുകൊണ്ട് വാ സഹായത്തിന്, നമ്മളെ രക്ഷിക്കാൻ പറയാൻ. ഓക്കെ, വെറും 13 years old boy, what he did, he jumped into the sea. നടുക്കടലിൽ നിന്ന് ആ കടൽ ഫുൾ നീന്തി 4 മണിക്കൂർ നീന്തി. ഹി ക്രോസ് ദ സീ, കരയിലെത്തി. എന്നിട്ടും അവിടെ ആൾക്കാരെ കണ്ടില്ല. He had to run another kilometer to get help. റെസ്ക്യൂ ടീമിനെ വിളിച്ച് അമ്മയും സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി he had to swim for 4 hours. അത് കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ഓടുകയും ചെയ്തു. Can you imagine? ഈ കുട്ടിയുടെ ഇൻ്റർവ്യൂ ഞാൻ വായിച്ചപ്പം അല്ലെങ്കിൽ കേട്ടപ്പം what he said was, ഈ കുട്ടി തന്നെത്തോൻ പറഞ്ഞത് എന്താണോ, നോട്ട് ടുഡേ. Today is not the day I am failing. Today is not the day I'm going to let my family die. Today is not the day I am giving up. അവൻ്റെ വിശ്വാസം, and he believed that. അത് അവനെ കൊണ്ട് that made him extraordinary. അത് അവനെ കൊണ്ട് സ്വിം ചെയ്യിച്ചു. അവൻ്റെ ബോഡിയുടെ ക്ഷീണമോ അതിൻ്റെ ലിമിറ്റേഷൻസോ ഒന്നും അവൻ അറിഞ്ഞില്ല. അവൻ പുഷ് ചെയ്തു. യുനോ, അവൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിലുള്ള ടീച്ചേഴ്സ് പറഞ്ഞത് ലൈക്ക് 1/2 മണിക്കൂർ നീന്തിയാൽ പോലും ഈ കുട്ടി ക്ഷീണിക്കുന്നതാണ്. അതിനു മുമ്പ് എത്ര ഒരു സ്റ്റാമിന ഉള്ളതായിട്ട് അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. സംതിങ് ഇൻ ഹിം ക്ലിക്ഡ് ബിക്കോസ് ഹി നീഡഡ് ഇറ്റ്. അന്ന് അവൻ്റെ പവർ that was lying inside him came out, and he did the impossible. ഒരു അഡൾട്ടിന് പോസിബിളായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആ പിഞ്ചു കുഞ്ഞ് 13ാമത്തെ വയസ്സിൽ ചെയ്തു. 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കടലിനെ നീന്തിക്കടന്ന് സഹായത്തിനെ വിളിച്ചുകൊണ്ട് വന്നു. See, when you need something and you work for it, ആത്മാർത്ഥതയോടുകൂടി, nobody can stop you. അതിൽ ഫെയിലിയർ, അന്ന് അവൻ്റെ മൈൻഡിൽ അവൻ ഫെയിലാകും, എനിക്ക് പേടിയാണ്, ഞാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു ചിന്തിച്ചിരുന്നെങ്കിൽ അവിടെ പോയേനെ. ചിന്തിച്ചില്ല. ഹി ഡിഡ് ഇറ്റ്. ഇതിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു പാഠമുണ്ട്. സി, മൈൻഡ് സെറ്റ് ആണ് എല്ലാത്തിൻ്റെയും മെയിൻ തിങ്. പറ്റില്ലെന്ന് എവിടെ ചിന്തിക്കുന്നോ അവിടാണ് നമ്മുടെ തോൽവി വരുന്നത്. അത് ചിന്തിക്കാതിരിക്കുക. പറ്റും, വൈ നോട്ട്, എന്നെക്കൊണ്ട് പറ്റും, ചെയ്യണം, ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമ്മളത് ചെയ്തൊരിക്കും.
ഓക്കെ. അപ്പം ആ ബ്യൂട്ടിഫുൾ അവൻ്റെ ഉള്ളിലെ ആ ഫയർ കണ്ട് ഞാൻ ഒത്തിരി ഇൻസ്പയർഡായി. ആൻഡ് ഐ എം so proud to say that he is an Aussie boy who did it, who became extraordinary because he was willing to believe in himself. Okay, അവൻ്റെ അമ്മ അവനെ വിശ്വസിച്ചു. He believed it blindly and he did it. And he kept telling himself, not today. So അതാണ് നമ്മളും പറയേണ്ടത്. Each day we should say, today is not the day that I am giving up, not the day I'm going to put myself into self-doubt, not the day I'm going to fail. Today is the day I'm moving towards victory. I'm creating momentum and I'm going to win in life. Believe that. അങ്ങനെ വിശ്വസിച്ച ഒരു വ്യക്തി ഇന്ന് വരെ തോറ്റിട്ടില്ല. ആൻഡ് ദാറ്റ്സ് മൈ മെസ്സേജ് ടു യു. അപ്പോൾ ശരി, ഇച്ചിരി പവർഫുള്ളായിപ്പോയി, ബട്ട് ശരിക്കും എനിക്ക് അത്രയും ടച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ പവർഫുള്ളായിട്ട് പറഞ്ഞത്. അപ്പോൾ ഹാവ് എ ലവ്ലി ഡേ. ടോക്ക് ടു യു ഓൾ ടുമോറോ. ബൈ.